നമസ്കാരം എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഒരു സംഖ്യയുടെ കൃത്യംഗം 0 ആയാൽ ഞാനിപ്പോൾ ഇവിടെ 2 എന്നൊരു സംഖ്യ എടുക്കുന്നു. ആ 2 എന്ന് പറയുന്ന സംഖ്യ എടുക്കാൻ പ്രത്യേകിച്ചാണെന്നുണ്ടെങ്കിൽ ഏത് സംഖ്യ എടുക്കാം, ഒരു സൗകര്യത്തിന് 2 എടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പം 2 ഘാതം 0 അല്ലെ 2 കൃതി 0 വന്നാൽ അല്ലെങ്കിൽ ഏത് സംഖ്യയുടെയും ഉത്തരം 1 എന്നാണ്. ഇത് കൃത്യംഗ നിയമത്തിൻ്റെ ഭാഗമാണ്. ഇത് നമ്മൾ ബൈഹർട്ട് ചെയ്യുന്നു എന്നുള്ളതല്ലാതെ എങ്ങനെ വന്നു എന്ന് പലർക്കും സംശയങ്ങൾ. അതുകൊണ്ട് നമുക്ക് ഇത് എങ്ങനെ 1 ആകുന്നു എന്നുള്ളതിനെ പറ്റി നമുക്കൊന്ന് പരിശോധിക്കാം. അതിനാണ് ഇന്നത്തെ ഈ വീഡിയോ. ഇന്ന് ചെയ്യുന്നത് PSC തുടങ്ങിയ മത്സര പരീക്ഷകളിൽ പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും പറ്റുന്നതാണ് ഇനി അങ്ങോട്ടുള്ള ഈ വീഡിയോകളും ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊരു സംഖ്യ എടുത്ത് പരിശോധിക്കാം. ആദ്യം 2 തന്നെ എടുക്കുകയാണ്. 2 എന്ന് പറയുന്ന ഒരു സംഖ്യ, എനി നമ്പർ, ഏത് നമ്പറോ ആയിക്കോട്ടെ, ഏത് സംഖ്യ ഇട്ട് 2 ഞാനിവിടെ ഉപയോഗിക്കുന്ന ഒരിക്കൽ കൂടി പറഞ്ഞു, ഏത് സംഖ്യ എടുക്കാം, 5 എടുക്കാം, 10 എടുക്കാം, 100 എടുക്കാം, ഏത് സംഖ്യ വേണമെങ്കിലും എടുക്കാം. അപ്പം ഈ സംഖ്യ അതിൻ്റെ കൃതി എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ കൃതി എന്ന് പറയുന്നത് ഇൻഡെക്സ് അല്ലെങ്കിൽ പവർ എന്ന് പറയുന്നത് ഒരു സംഖ്യയുടെ വലത്ത് ഭാഗത്ത് മുകളിലായി കാണുന്നു എന്നുള്ളതാണ്. ഈ 2 ഈ 2 എന്ന അടിസ്ഥാന സംഖ്യയുടെ കൃതി. അപ്പോൾ ഒന്നാമത്തെ ലാ പറയുന്നത് ടു മൾട്ടിപ്ലൈ ദ സെയിം ബേസ് എന്ന് പറഞ്ഞാൽ 2 എന്നുള്ള ഒരു ബേസ് അടിസ്ഥാന സംഖ്യയെ അതേ സംഖ്യയുണ്ട് മൾട്ടിപ്ലൈ ബൈ ഇറ്റ് സെൽഫ്, അതേ സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോൾ ചെയ്യേണ്ടത് കൃത്യംഗങ്ങൾ തങ്ങളിൽ കൂട്ടിയാൽ മതിയാവും. അപ്പം ഇൻഡെക്സ് എന്ന് പറയുന്ന ഈ പവർ റെപ്രസെൻ്റ് ചെയ്യുന്ന നമ്പർ ഓഫ് ടൈം എ ക്വാണ്ടിറ്റി മൾട്ടിപ്ലൈഡ് ബൈ ഇറ്റ് സെൽഫ് എന്നാണ്. അപ്പം ഈ 2 എന്ന സംഖ്യയെ അതേ സംഖ്യ കൊണ്ട് എത്ര പ്രാവശ്യം, 1 2 പ്രാവശ്യം ഗുണിക്കുന്നു എന്ന് കാണിക്കണമെങ്കിൽ 2 ഘാതം 2. അതുപോലെ നമുക്ക് 2 ഗുണം 2 ഗുണം 2 അങ്ങനെ ഗുണിക്കുമ്പോൾ നമുക്ക് നമ്പർ ഓഫ് ടൈംസ് ക്വാണ്ടിറ്റി മൾട്ടിപ്ലൈഡ് ബൈ ഇറ്റ് സെൽഫ്, അതാണ് കൃതി കാണിക്കുന്നത്. എന്ന് പറയുമ്പോൾ എത്ര പ്രാവശ്യം ഗുണിക്കുന്നു ഈ 2നെ 2 കൊണ്ട് തന്നെ, അതാ സെയിം ബേസ്. 2നെ 1 2 3 പ്രാവശ്യം, അതായത് ഇങ്ങനെ നമുക്ക് 2 ഘാതം 3 എന്നെഴുതാം. അതുപോലെ ഈ സംഖ്യകൾ തങ്ങളിൽ ഗുണിക്കണം എന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ നിയമം ടു മൾട്ടിപ്ലൈ, അതായത് ഒരേ ബേസിലുള്ള സംഖ്യകളുടെ, ഇപ്പം ഞാനിവിടെ 2 ഘാതം 5 ഗുണം, അതാ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ നമ്പർ, 2 ക്യൂബ്, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം 2 ഘാതം 3 നമ്മൾ പറയും, അല്ലെങ്കിൽ ക്യൂബ് എന്നും പറയും. ഇത് തങ്ങളിൽ ഗുണിക്കുന്നതിന് നിയമം ടു മൾട്ടിപ്ലൈ ദ സെയിം ബേസ്. ടു മൾട്ടിപ്ലൈ ദ സെയിം ബേസ്, സെയിം ബേസ് എന്ന് പറയുമ്പോൾ 2 തന്നെ. പവേഴ്സ് ആർ ആഡഡ്, അതായത് ഈ കൃത്യങ്ങൾ കൂട്ടി എഴുതിയാൽ മതി. 5 അധികം 3, അപ്പോൾ എത്ര കിട്ടും? 2 8 പവറായിട്ട് വരും. ഇൻഡെക്സ് 8 ആയിരിക്കും. അപ്പം നമുക്ക് ഇതിനെ തന്നെ വെച്ച് ഒന്ന് പരിശോധിച്ച് നോക്കാം. 2⁵ എന്താണ് 5 കാണിക്കുന്നത്? ഈ 5 എന്ന് പറയുന്നത് കൃതി കാണിക്കുന്നത് 2നെ 2 കൊണ്ട് തന്നെ 5 പ്രാവശ്യം ഗുണിച്ച് എന്ന് കാണിക്കുന്നതാണ്. എത്രയായി? 1 2 3 4 5. 2 ഘാതം 5ൻ്റെ എക്സ്പാൻഷനാണ് ഇത്. ഇതേ ഗുണം
2 × 3 എന്ന് പറയുന്നത് 2 ഗുണം 2 ഗുണം എത്ര വരും? 2 3 പ്രാവശ്യം. അപ്പോൾ നമുക്ക് ഇതിനെ ചെയ്യുന്ന രീതി പറഞ്ഞു 1 2 3 4 5. ഇതിനെ നമ്മളിതാ എങ്ങനെ എഴുതി? 2 × 5 അധികം ഇങ്ങനെ ഉത്തരം പറയണ്ട. 2 × 5 ഈ 5 1 2 3 4 5 അധികം 1 2 3. അപ്പോൾ എത്ര കിട്ടി? 2 × 8 കിട്ടി. അപ്പോൾ നമുക്കിത് കുടിച്ച് നോക്കാം. 2 × 2 4, 4 × 2 8, 8 × 2 16, 16 × 2 32 ഗുണം 2 × 2 × 2 2 2 4 4 2 8. 32നെ 8 കൊണ്ട് കുടിക്കുമ്പോൾ എത്ര കിട്ടും? 32 × 8 നമുക്ക് ഇങ്ങോട്ട് മാറ്റി നോക്കാം. 32 8 ആവുമ്പം 8 2 16 256 കിട്ടും. അതുപോലല്ലേ അപ്പം 256 കിട്ടി. അതുപോലെ ഒരുപോലെ കുടിച്ചാലും അതല്ലേ വരുന്നത്. 2 4 2 8 16 32 64 128 × 2 256. അതും എത്ര കിട്ടി? 256. അപ്പം 2 × അപ്പം ഈ കൃത്യങ്ങളിൽ കൂട്ടിയാൽ അതിൻ്റെ ഉത്തരം ശരിയാവുമെന്ന്. 2 × 8 എന്ന് എഴുതുന്നതും 256 എന്ന് എഴുതുന്നതും ഒന്നാണ് എന്ന് മനസ്സിലാവും. ഇനി നമുക്ക് സബ്സ്ട്രാക്ഷനിലേക്ക് വരാം. നമ്മൾ അതായത് ഈ കൃത്യം ഇൻഡെക്സ് റെപ്രസെൻസ് നമ്പർ ഓഫ് ടൈം ക്വാണ്ടിറ്റി മൾട്ടിപ്ലൈഡ് ബൈ ഇറ്റ് സെൽഫ് എന്ന് പറയുന്ന ഈ ഒരു സംഖ്യയെ ഇതേ സംഖ്യ കൊണ്ട് എത്ര പ്രാവശ്യം കുടിച്ചു? ഇവിടെ 2 പ്രാവശ്യം കുടിച്ചിട്ട് 2 കൃതി വന്നു, 3 അങ്ങനെ വരുന്നു. അത് തങ്ങളിൽ ഗുണിക്കുന്നതിന് പകരം കൃത്യംഗങ്ങൾ കുറച്ചെഴുതിയാലോ അല്ല കൂട്ടി എഴുതിയാൽ മതി എന്ന് നമ്മളിവിടെ തെളിയിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിങ്ങനെ മനസ്സിലാക്കുമ്പോൾ ഇനി ചെയ്യാൻ പോകുന്നത് ഈ പറയുന്ന മൾട്ടിപ്ലിക്കേഷൻ വന്നപ്പം ഇത് തങ്ങളിൽ ഇൻഡെക്സ് തങ്ങളിൽ കൂട്ടണം എന്ന് പറഞ്ഞപ്പോൾ ഇനി ഡിവിഷൻ വന്നാൽ എങ്ങനെ ഇരിക്കും നമുക്ക് നോക്കാം. ഡിവിഷൻ വരുമ്പോൾ എങ്ങനെ ഇരിക്കും എന്ന് നോക്കാം. അതിൻ്റെ ഭാഗമായി നമ്മൾ ഈ പറയുന്ന ആദ്യം ഉന്നയിച്ച ഈ 2 × 0 ഏത് സംഖ്യയുടെയും കൃതി 0 ഉത്തരം 1 ആയിരിക്കും എന്നുള്ളതിൻ്റെ തെളിയിക്കാൻ സാധിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ് 2⁵5 2 × 5 എൻ്റെ കൃതി 2നെ 2 കൊണ്ട് 5 പ്രാവശ്യം കുടിക്കുന്നു. ഡിവൈഡഡ് ബൈ 2⁵3. നമുക്കിതിനെ വിശാലമായി എങ്ങനെ എഴുതാം എന്ന് നോക്കാം. ഡിവിഷനാണ്, ശ്രദ്ധിക്കണം. അപ്പോൾ അതിനിവിടെ പറഞ്ഞിരിക്കുന്നത് എന്ത് ചെയ്യണമെന്നാണ്? ടു സെയിം ബേസ് ആണ്. സെയിം ബേസ് ആയിരിക്കണം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. 2നെ ഈ ഡിവിഷൻ ചെയ്യുന്നതിന് സബ്സ്ട്രാക്ട് 5 - 3 ദാറ്റ് ഈസ് ഈക്വൽ 5 ൽ 3 പോയാൽ 2. ഇതാണ്. അതെങ്ങനെ കിട്ടുന്നത് നമുക്ക് നോക്കാം. 2 ഗുണം 2 ഗുണം 2 ഗുണം 2 5 ആയില്ലല്ലേ? 1 2 3 4 2. അപ്പം 2 × 5 ആയി. ഡിവൈഡഡ് ബൈ 2 ഗുണം 2 ഗുണം 2. അപ്പോൾ നമുക്ക് ഡിവിഷൻ ചെയ്യാം. എളുപ്പം ഡിവിഷൻ ചെയ്യാം. ഈ 2നെ ഈ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ 2/2 1 കിട്ടി. 1 ഗുണം ഈ 2 ഈ 2 അതും 2നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 1 കിട്ടി. ഈ 2 ഡിവൈഡ് ബൈ ഈ 2 1 കിട്ടി. എന്തുകൊണ്ട്? 2 ഗുണം 2 1 ഗുണം 1 ഗുണം 1
അത് വീണ്ടും 2 കൂടി വന്നു ഇവിടം വരെ നമുക്കത് നിർത്താം. കാരണം 1 കൊണ്ട് ഗുണിച്ചാൽ അതേ സംഖ്യ തന്നെ കിട്ടും. അതുകൊണ്ട് 2 ഗുണം 2 എത്ര കിട്ടി? ഉത്തരം 4 കിട്ടി. ഈ 2 ഗുണം 2 എങ്ങനെ എഴുതാം? 2 സ്ക്വയർ എഴുതാം. അപ്പം ഈ ഒരു ഭാഗം മനസ്സിലായി. ഈ ഹരിക്കുന്നതിന് അല്ലെ ടു ഡിവൈഡ് ദ സെയിം ബേസ് പവേഴ്സ് ആർ സബ്സ്ട്രാക്റ്റഡ്. നമ്മൾ പവർ കുറച്ച് എഴുതി കാണിക്കും. ഇതാണ് ഉത്തരം വരുന്നത്. ഇങ്ങനെയാണ് കൃഷി ചെയ്യുന്നത്. അപ്പം നമുക്കിനി അടുത്ത ഒന്നുകൂടെ നോക്കാം. ഈ 2⁵ എന്നുള്ളത് 5 ഡിവൈഡഡ് ബൈ നമ്മളിവിടെ 2⁵ ഇല്ലേ, 2⁴ ആക്കാം. അപ്പം നമ്മളെങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത്? അപ്പോൾ ഉത്തരം എന്തോ കിട്ടും? 2⁵ 2⁴. സബ്സ്ട്രാക്ട് നമ്മളിപ്പോൾ നിയമം പറയുന്നത് ആ ഒരേ ബേസാണ്. ആ ബേസ് എഴുതിയിട്ട് കൃത്യംഗങ്ങൾ കുറയ്ക്കണം. 5 - 4. അപ്പോൾ എത്ര കിട്ടും? 2 5 4 1 കിട്ടും. നമുക്ക് നോക്കാം. 2 5 പ്രാവശ്യം 2 ഗുണം 2 ഗുണം 2 ഗുണം 2 ഗുണം 2 3 4 5 ഡിവൈഡ് ബൈ 4 പ്രാവശ്യം 2 ഗുണം 2 ഗുണം 2 ഗുണം 2 4 പ്രാവശ്യം. ഇതും ഡിവൈഡ് ചെയ്ത് പോയി. ഇതും പോയി. 1 വരും. എല്ലായിടത്തും 1 വരും. പോയി. ഞാൻ ഒന്നും എഴുതുന്നില്ല, അതുകൊണ്ടാണ്. അപ്പം 2 എത്ര കിട്ടി? ഉത്തരം നമുക്ക് 2 ഘാതം 1. അത് തന്നെയാണ് 2. 2 എന്ന് പറഞ്ഞാൽ ഏത് സംഖ്യയുടെ കൃതി ഒന്നായിരിക്കും. അതുകൊണ്ട് 2നെ ഇങ്ങനെ നമുക്ക് എഴുതാം. ഉത്തരം ഇപ്പം ശരിയായി വരും. ഏത് സംഖ്യയായാലും അതിൻ്റെ കൃതി 1 ആയതുകൊണ്ട് 2 ഘാതം 1 കിട്ടി. അപ്പം നമുക്കിനി അടുത്ത ഘട്ടം വരാൻ പോകുന്ന തെളിയിക്കുന്നത് എന്താണ്? ഏത് അടിസ്ഥാന സംഖ്യയുടെയും കൃതി ഏത് സംഖ്യയായാലും, ഏത് ന്യൂമറൽ ഏതെടുത്താലും അതിൻ്റെ കൃതി 0 1 എന്ന് വരും എന്ന് തെളിയിക്കുന്നതാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മളിവിടെ 2 ഘാതം 5 ഡിവൈഡ് ബൈ 2 ഘാതം 4. നമുക്കൊരു കാര്യം ചെയ്യാം. 2 ഘാതം 5 ഡിവൈഡ് ബൈ 2 ഘാതം 5. അപ്പം നമ്മൾ എന്താണ് നിയമം പറയുന്നത്? ഡിവിഷൻ ചെയ്യുന്നതിന് പവർ കുറച്ചാൽ മതി എന്നാണല്ലോ. അപ്പം 2 ബേസായിട്ട് തന്നെ എഴുതി. 5 - 5 ഈസ് ഈക്വൽ ടു 2. 5 - 5 0. അപ്പോൾ ഇത് എങ്ങനെ ഒന്നാവും? നമുക്കൊന്ന് ക്രിയ ചെയ്ത് നോക്കാം. ക്രിയ ചെയ്ത് നമുക്ക് നോക്കാം. അത്രയും ഭാഗം കണ്ടില്ലായിരുന്നല്ലേ. 2 ഘാതം 5 ക്രിയ ചെയ്ത് നോക്കാം. 2 ഘാതം 5 ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. 2 ഘാതം 5 ഇവിടെ 5 4 ചെയ്തുകൊണ്ട് അത് ക്രിയ ചെയ്യാം. 2 ഈ കൃതി എക്സ്പാൻഡ് ചെയ്ത് എഴുതാണ്. 3 4 2 ഘാതം 5 1 2 3 4 5. ഇത് നമ്മൾ ഷോസ് ഹൗ മെനി ടൈംസ് എ ക്വാണ്ടിറ്റി മൾട്ടിപ്ലൈഡ് ബൈ ഇറ്റ് സെൽഫ്. അതാണ് കൃതി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. എന്തായാലും 5 ഇങ്ങനെ എഴുതി. അതുപോലെ തന്നെ ഇവിടെ 2 ഘാതം 5 2 1 2 3 4 5. അപ്പം ക്രിയ ചെയ്യാൻ തുടങ്ങാം. 1 ഇതും പോയി. ഇത് 1 ഇത് 1 ഇത് 1 എല്ലാം. ഇത് 1 ഗുണം 1 ഗുണം 1 ഗുണം 1 ഗുണം 1. ഇത് എങ്ങനെ എഴുതേണ്ട കാര്യമില്ല. എങ്കിലും ഒരു സംശയം ഗുണം പറയാം. 2നെ 2 കൊണ്ട് ഹരിച്ചപ്പോൾ 1 കിട്ടി, അതേ ഗുണം. 2നെ 2 കൊണ്ട് ഹരിച്ചപ്പോൾ 1 കിട്ടി, അതേ ഗുണം. 2നെ 2 കൊണ്ട് ഹരിച്ചപ്പം 1 കിട്ടി, അതേ ഗുണം. 2നെ 2 കൊണ്ട് ഹരിച്ചപ്പോൾ 1 കിട്ടി. അപ്പോൾ 1 ഗുണം 1 ഗുണം 1 ഗുണം 1 ഗുണം 1 എല്ലാത്തിൻ്റെയും അവസാനം 1 ഉത്തരം. അതാണ്
ഈ 1 കിട്ടുന്നതിൻ്റെ രീതി. ഇങ്ങനെയാണ് എന്താ കിട്ടുന്നത്, നമുക്ക് 1 കിട്ടുന്നത്. നമുക്കൊരു 5 എടുത്ത് പരിശോധിക്കാം. അത് വേറെ ചരമെടുത്ത് പരിശോധിക്കാം. നമുക്ക് സംഖ്യ എടുത്ത് പരിശോധിക്കാം. അതായത് 5 ഘാതം 0 സമം 1. ഇത് ഏത് സംഖ്യയായാലും നമ്മൾ പറഞ്ഞതാണ്. അപ്പം 5 റേസ് ടു 3 ഡിവൈഡ് ബൈ 5 റേസ് ടു 2. അപ്പം നമ്മൾ ഈ കൃത്യങ്ക 3 ആയതുകൊണ്ട് അത് ഡിവിഷൻ ചെയ്യുന്നതിന് കൃത്യങ്ങൾ തങ്ങളിൽ കുറച്ചാൽ മതി, അതേ ബേസ് എഴുതിയാൽ മതി എന്ന് പറഞ്ഞു. 5 ബേസ് 3 മൈനസ് 2 സമം എത്ര വരും? 5 3 2 1. അപ്പോൾ എങ്ങനെ ക്രിയ ചെയ്ത് നോക്കാം. 5 ഗുണം 5 ഗുണം 5 ഇതാണിത്. 5 ഡിവൈഡ് ബൈ 5ൻ്റെ സ്ക്വയർ. 5 ഗുണം 5 നമുക്ക് ചെയ്യാം. 5നെ 5 കൂടി 1 കിട്ടി. 5 ഡിവൈഡ് ബൈ 5 അത് 1 കിട്ടി. ഗുണം പിന്നെ 5 കിടക്കുന്നത് ഡിവൈഡ് ചെയ്യില്ല, അതുകൊണ്ട് 30. 1 ഗുണം 1 ഒരു 5 ഇത്രയും കിട്ടി. അതായത് 5ൻ്റെ കൃതി 1. ഏത് സംഖ്യയുടെ കൃതി 1 അതുകൊണ്ട് 5 തന്നെ കിട്ടി. അതുപോലെ ഇനി 5 ഘാതം 3 ഡിവൈഡ് ബൈ 5 ഘാതം 3. അങ്ങനെ കൂടെ ചെയ്ത് നോക്കാം നമുക്ക്. അപ്പം 5 ഗുണം 5 ഗുണം 5 ഡിവൈഡ് ബൈ 5 ഗുണം 5 ഗുണം 5. അപ്പോൾ അത് ഇങ്ങനെ ചെയ്ത് നോക്കാം. 5 ഡിവൈഡ് ബൈ 5 എന്ന് 5 ഘാതം 3 അല്ലെങ്കിൽ 5 ക്യൂബ് ഡിവൈഡ് ബൈ 5 ക്യൂബ്. നമ്മൾ നിയമം പറഞ്ഞ പോലെ ഡിവിഷൻ ചെയ്യുന്നതിന്, ഹരിക്കുന്നതിന് അതേ ഇത് എഴുതിയിട്ട് അതേ ബേസ് എഴുതിയിട്ട് കൃത്യങ്ങൾ തങ്ങളിൽ കുറയ്ക്കുന്നു. അപ്പോൾ എത്ര കിട്ടും? 5 0 കിട്ടും എന്ന് നമ്മൾ പറഞ്ഞു. ആ 5 ഘാതം 0ത്തിൻ്റെ ഉത്തരം 1 എന്നാണ് നമുക്ക് തെളിയിക്കേണ്ടതായിട്ടുള്ളത്. ഇതാണ് നമുക്കിവിടെ 5 ഘാതം 0 കിട്ടി. നമ്മളിനി ഹരിച്ച് നോക്കാം. 5നെ 5 ഘാതം 3 ഇത് ഇപ്പോൾ 5 റേസ് 0 കിട്ടി. അപ്പോൾ ഈ 1 എങ്ങനെ കിട്ടുമെന്ന് പറയാം. 5 ഡിവൈഡ് ബൈ 5 1 ഗുണം 5 ഡിവൈഡ് ബൈ 5 1 ഗുണം 5 ഡിവൈഡ് ബൈ 5 1 1 ഗുണം 1 ഗുണം 1 5 ഘാതം 0 എന്ന് പറയുന്ന ഉത്തരം എത്ര കിട്ടും? ഈ 5 ഘാതം 3 മൈനസ് 5 ഘാതം 3 ഡിവൈഡ് ബൈ 5 ഘാതം 3. 5 കൃതി 0 കിട്ടി. ആ കൃതിയുടെ വില 5 ഘാതം 0, അതാണ് 1. അത് ഏത് സംഖ്യ എടുത്താലും, ഇപ്പോൾ 10 എടുത്താലും 10 ഘാതം 0 സമം 1. 100 എടുത്താലോ 100ൻ്റെ 0 ആണെങ്കിൽ 1. ഇനി 1,00,000 എടുത്താലോ 10, 100, 1000, 1000 അതിൻ്റെ കൃതി 0 ആണെങ്കിലും ഉത്തരം 1. അത് തെളിയിക്കുന്നതിന് വേണ്ടിയാണ് ഏതൊരു സംഖ്യയുടെയും കൃതി 0 1 എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ അത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ അടുത്തത് മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഈ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി ധാരാളമായി ചോദ്യം വരുന്നത് ഈ സംഖ്യാശ്രേണി അല്ലെങ്കിൽ പ്രോഗ്രഷൻ, അരിത്തമെറ്റിക് പ്രോഗ്രഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് എല്ലാം വരുന്നത്. അത് ഏറ്റവും പെട്ടെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ അത് എല്ലാ അർത്ഥത്തിലും പെട്ടെന്ന് മനസ്സിലാക്കണം. അതിന് ഇച്ചിരി വിശാലമായ കാഴ്ചപ്പാട് മനസ്സിലാക്കിയാൽ നമുക്ക് ക്രിയ എളുപ്പം ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ട് പ്രോഗ്രഷനുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത മത്സര പരീക്ഷാർത്ഥികൾക്ക് വേണ്ടിയാണ് ഇനി അടുത്തുള്ള കുറച്ച് വീഡിയോ ചെയ്യാൻ പോകുന്നത്. അത് അടുത്ത സമാന്തര പ്രോഗ്രഷനെ പറ്റിയാണ്.
സംഖ്യാശ്രേണിയെ പറ്റിയാണ്. ആ ഒരു വീഡിയോയ്ക്ക് വേണ്ടി എല്ലാവരും കാത്തിരിക്കുക. ഒരിക്കൽ കൂടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി.